ഹേ ഗായ്സ്, ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ബിസി ആയിട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പ്രോഗ്രാമുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്നാണ്. ഞങ്ങൾ മാലോത്തൊരു പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും എൻ്റെ ചേട്ടനും കൂടെ. ഞങ്ങൾ ആ കല്യാണത്തിൻ്റെ റിസപ്ഷന് മ്യൂസിക് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അവിടുന്ന് പാതിരാത്രിയാണ് തിരിച്ച് വീട്ടിൽ വന്ന് കയറിയത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആശുപത്രികളിലേക്ക് യാത്രയായി. കാരണം കുറച്ച് നാളായിട്ട് കയ്യിൽ പൈസ വന്നിട്ട് ആശുപത്രി കാണിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച കുറച്ച് അസുഖങ്ങളുണ്ടായിരുന്നു. അസുഖങ്ങൾ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. കുറച്ച് സ്കിൻ അലർജീസും പല്ലിൻ്റെ കുറച്ച് ഇഷ്യൂസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം മുഴുവൻ ലീവ് എടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. ആദ്യം ഞാൻ സ്കിന്നിൻ്റെ ആയിരുന്നു കാണിക്കാൻ പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പല്ലിൽ വേഗം കറ പിടിക്കുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പല്ലൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഒരു ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി. അവരെൻ്റെ പല്ലെ പണിത് എൻ്റെ ലിപ്സ്റ്റിക്കിൽ പകുതിയിലധികവും കളഞ്ഞു. പക്ഷേ എനിക്കതിൽ വലിയ പരാതിയൊന്നുമില്ല, കാരണം എൻ്റെ പല്ല് നല്ലോണം വെളുത്തു. എന്താണെങ്കിലും ഞാൻ അതിനാണല്ലോ അവിടെ പോയത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ബസ് കിട്ടാൻ വേണ്ടി റൂട്ടിൽ കൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് എനിക്ക് തണലുള്ള ഒരു സ്ഥലവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഒരു വെയിലത്ത് നിൽക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ബസ് കിട്ടി. പിന്നെ എൻ്റെ ചെരുപ്പ് പൊട്ടി നശിക്കാറായിരുന്നു. അപ്പോൾ ഞാൻ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് ഞാൻ മുറി ഒന്ന് ക്ലീൻ ആക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്നെ വേറൊരു പ്രോഗ്രാമിനെ വിളിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ രാത്രിയായി. പിറ്റേ ദിവസം എനിക്ക് വേറൊരു പ്രോഗ്രാമിന് പരിയാരം മദർ ഹോമിൽ ഒരു ഇംഗ്ലീഷ് ധ്യാനത്തിന് പാട്ട് പാടാൻ പോകണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സകലവിധ ലഗേജ് എടുത്തുകൊണ്ടാണ് കോളേജിലേക്ക് പോയത്. കയ്യിൽ 2-3 ബാഗൊക്കെ ആയിട്ടാണ് ഞാൻ കോളേജിലേക്ക് ചെല്ലുന്നത്. എനിക്ക് പൊതുവേ യാത്രകൾ താല്പര്യമാണെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് നിർത്താതെയുള്ള യാത്രകൾ എനിക്ക് അത്ര താല്പര്യമില്ല. ഇടയ്ക്കൊന്ന് സമാധാനമായിട്ടിരിക്കാനും കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുന്നതാണ് എനിക്ക് താല്പര്യം. ഒരുപാട് ആൾക്കാരുടെ കോൺസെപ്റ്റിൽ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു വരണ്ട ഭൂമിയാണെന്നൊരു തെറ്റിദ്ധാരണ ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. പക്ഷേ കാസർഗോഡ് മുഴുവൻ ഇങ്ങനെയല്ല, കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ആകെപ്പാട് ഇങ്ങനെ. ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ബസ് കയറി യാത്ര ചെയ്യുന്നതാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പരിയാരത്ത് ബസ്സൊക്കെ ഇറങ്ങി ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് കുറച്ച് കുഴിയിലൊക്കെ ചാടി അടിപൊളിയായിട്ടാണ് അവിടെ എത്തുന്നത്. എൻ്റെ കൂടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഈ പുള്ളിയുടെ പേരാണ് അഭിജിത്ത്. എൻ്റെ കൂടെ പാടുന്നതല്ല, ഞാനാണ് ഈ ചേട്ടൻ്റെ കൂടെ പാടുന്നത്. ആൾ നല്ല അടിപൊളിയാണ്, കീബോർഡും വായിക്കും, പാട്ടും പാടും, പിന്നെ എന്നാ വേണം. ഇതാണ് മദർ ഹോം ധ്യാനകേന്ദ്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഈ അടഞ്ഞു കിടക്കുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ചാപ്പൽ. കോവിഡ് ടൈമിൽ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്നതൊക്കെ ഇവിടെ നിന്നാണ്. സോ എനിക്കിത് സാധാരണ ചാപ്പലുകൾ പോലെ വെറും ഒരു ചാപ്പലല്ല, അതിനപ്പുറം എനിക്കൊരു ഇമോഷണൽ കണക്ഷനുള്ള ഒരു വന്നിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യമുള്ളൊരു ചാപ്പലാണ്. ഞാൻ ധ്യാനത്തിനും പ്രോഗ്രാമുകൾക്കും പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പലർക്കും ഡൗട്ടുണ്ട്. മിക്കവാറും പ്രോഗ്രാമുകളിൽ ആസ് യൂഷ്വൽ ഞാൻ പാട്ട് പാടാനാണ് പോവാറ്. പക്ഷെ പാട്ട് പാടാൻ എനിക്ക് വേറൊരാൾ കമ്പനി ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ പഠിപ്പിക്കാൻ ഇറങ്ങും. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഈ ധ്യാനം ബ്രദേഴ്സിനും സിസ്റ്റേഴ്സ് ആവാൻ പഠിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ കുർബാനയൊക്കെ കൂടി പരിയാരം മദർ ഹോം ധ്യാനേന്ദ്രത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഭയങ്കര രൂക്ഷമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പം കുറേ ചേട്ടന്മാർ അവള് വീഡിയോ പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ ഭയങ്കര വൈബായിരുന്നു. പിന്നെ ഞാൻ പരിയാരത്തുനിന്ന് പയ്യന്നൂർ വന്ന്, പയ്യന്നൂരിൽ നിന്ന് ചെറുപുഴ വന്ന്, ചെറുപുഴയിൽ നിന്ന് പുളിങ്ങോത്തെത്തി, പുളിങ്ങോത്തുനിന്ന് പിന്നെ ഞാൻ നടന്ന് വീട്ടിലേക്ക് പോയി. ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ട്രാവല്. പുളിങ്ങോത്തുനിന്ന് പിന്നെ ഞാൻ നടന്നാണ് എൻ്റെ വീട്ടിലേക്ക് പോയത്. കുറച്ച് ദിവസത്തെ കണ്ടിന്യൂസ് യാത്രയും അലച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഈ പച്ചപ്പും പ്രകൃതിയും ഹരിതാഭയും ഒക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. പാലായിൽ എൻ്റെ നാട്ടിലെത്തുമ്പോഴേ എനിക്ക് എൻ്റെ വീടെത്തിയ ഫീലാണ്. കാരണം ഞാൻ കടയിൽ കയറിയാലും ടൗണിൽ നിൽക്കുമ്പോഴും ഒക്കെ എല്ലാവരുടെ അടുത്തും വർത്താനൊക്കെ പറഞ്ഞാണ് വരുന്നത്. ഞാൻ ഈ ഓടിപ്പടച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വീട്ടിലെത്തിയ പാടെ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വേണം നേരെ കോളേജിലേക്ക് വിടാൻ. അമ്മയുടെ ഫോൺ ഇതിൻ്റെ ഇടയിലൊന്ന് സ്വിച്ച് ഓഫ് ആയി പോയതുകൊണ്ട് ഞാൻ രാവിലെ എത്ര മണിക്ക് എത്തുമെന്ന് വലിയ ധാരണയില്ലായിരുന്നു. പിന്നെ വന്നപാട് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റാ.